ഗണേശോത്സവം മഹാരാഷ്ട്രയും ഗുജറാത്തും ഉൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ആഘോഷമാണ്. എന്നാൽ ഓരോ വർഷവും ഉത്സവത്തിന്റെ പേരിലുള്ള മലിനീകരണത്തിന്റെ കണക്കുകൾ ഭയപ്പെടുത്തും. ഗണപതി ഉത്സവത്തിന് ശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെ 500 മെട്രിക് ടൺ മാലിന്യമാണ് മുംബൈയിൽ മാത്രം കുന്നുകൂടുന്നത്. ഇതൊഴിവാക്കാനാണ് പ്രകൃതിക്കിണങ്ങുന്ന ഗണേശ വിഗ്രഹം പരസ്യ ഡിസൈനറായ ദത്തു പരീക്ഷിച്ചത്. നിമജ്ജനത്തിലൂടെയുള്ള മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ വർഷം സ്വന്തം വീട്ടിൽ നിന്ന് പകർത്തിയ വീഡിയോയ്ക്ക് യൂട്യൂബിൽ വൻ പ്രചാരം ലഭിച്ചതോടെയാണ് ജോലി മാറ്റിവെച്ച് ഇത്തവണ ദത്തു ഗണപതി നിർമ്മാണത്തിനിറങ്ങിയത്. പ്രതീക്ഷിച്ചതിനും വലിയ പ്രതികരണമാണ് ലഭിച്ചതെന്ന് ദത്താത്രി കോട്ടൂർ പറയുന്നു. बहुत जन से मुझे रिस्पॉन्स इतना अच्छा है कि ये टाइम में मुझे 4000 तक ऑर्डर्स थे बुकिंग्स से, तो उसमें से मैं 500 ही फुलफिल कर रहा हूँ. ये टाइम कम की वजह से, और मैंने भी एक्चुअली प्रिपेयर नहीं था कि इतना मुझे रिस्पॉन्स आएगा था. കളിമണ്ണ് കൊണ്ട് 15 മുതൽ 20 ഇഞ്ച് വരെ ഉയരത്തിലാണ് ട്രീ ഗണേശ് നിർമ്മിക്കുന്നത്. ഗണപതി വിഗ്രഹത്തിനകത്ത് മണ്ണും കമ്പോസ്റ്റും ചേർന്ന മിശ്രിതത്തിനൊപ്പം ചെടികളുടെ വിത്തും നിക്ഷേപിക്കും. ഗണേശോത്സവത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്ക് ശേഷം വിഗ്രഹം പുറത്തുവെച്ച് 3 ദിവസം വെള്ളമൊഴിച്ച് നനയ്ക്കുക. പ്രകൃതിയിൽ നിന്നെത്തിയ ഭഗവാൻ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങും. ഒപ്പം ചെടികൾ കിളിർത്തു വരികയും ചെയ്യും. और ये गणपति को और एक कुंडी में आप रख सकते हैं, रखिए, और उसके अंदर आप 5 डेज, जैसे 5 डेज 10 डेज आप पूजा कीजिए, और 5th डे पे आप अपने बालकनी, टेरेस, गार्डन वहीं पे लेके जाके, जैसे प्लांट को आप पानी डालते हैं, आप रोज़ पानी डाल के उसको, वो 3-4 डेज में मेल्ट होता है. मेल्ट होने के बाद उसमें से एक प्लांट आता है. आप सेलिब्रेशन भी कर लेते हैं और उसके साथ आप एक പ്ലാന്റ് भी लगाते हो. നിരവധി പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള യുവാവ് അടുത്ത വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ വിപുലമായി ട്രീ ഗണേശ് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.